അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം ഡോക്ടർ ശശി തരൂര് കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ MP ഒക്കെയാണ് കേട്ടോ. അത് വല്ലപ്പോഴേ വരുവുള്ളായിരുന്നു. വരുന്ന ഒരു ദിവസം നമുക്ക് ഏവർക്കും അറിയാം, അത് ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ്. അത് കൃത്യമായി എത്തുമെന്നുള്ളതാണ്. കാരണം അതിന് അറ്റൻഡൻസ് വെച്ചിരിക്കണം. ഇപ്പോൾ 6 മാസത്തിന് ശേഷം വരുന്നു എന്നുള്ളത് എടുത്തു പറയാൻ കാരണം, അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊക്കെ തന്നെ ലോകം മുഴുവൻ വിശദീകരിച്ചു കൊടുക്കാൻ പുറപ്പെട്ട ടീമിൻ്റെ അമരക്കാരൻ കൂടിയായിരുന്നു ശശി തരൂർ. അങ്ങനെയുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്ത് ഒരു ഒന്നാം തരം ദേശസ്നേഹിയായി മാറി. നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നു, BJPയെ പ്രകീർത്തിക്കുന്നു, മോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചൊക്കെ ഒരു നയതന്ത്ര കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് അദ്ദേഹം അതിനെ വാഴ്ത്തുകയൊക്കെ ചെയ്യും. ഇത് കോൺഗ്രസ്സിന് ദഹിക്കുമോ? അത് കോൺഗ്രസ്സിനകത്ത് വലിയ ഒരു പുകച്ചിലും ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടാക്കി. അതൊന്നും തരൂർ അത്ര കാര്യമാക്കാൻ പോയില്ല. അതൊക്കെ പതിവ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെയൊക്കെ അങ്ങ് കൈവിട്ടു. കാരണം തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിൻ്റെ ബലം എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ ഒന്നും മൈൻഡ് ചെയ്യാത്തത്. രാഹുൽ ഗാന്ധിയുടെ നേരെ നോക്കി പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയത്തില്ല, പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ കോൺഗ്രസിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആരുണ്ട്? കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയെ കണ്ടാൽ നിന്ന് വിറയ്ക്കുമല്ലോ. തരൂര് പറയാനുള്ളത് നേരെ നോക്കി പറഞ്ഞു എന്നുള്ളതാണ്. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചില്ലേ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക്? അതിന് ക്വാളിഫൈഡ് അല്ലേ? അതിനപ്പുറം ക്വാളിഫൈഡ് ആണ് തരൂര്. ഇങ്ങനെ പറയുമ്പോൾ തരൂര് തിരുവനന്തപുരത്തെ MP എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്നും ചെയ്തിട്ടില്ല എന്നേ പറയത്തുള്ളൂ. പക്ഷെ തരൂരിൻ്റെ ഒരു പ്രൊഫൈലും, തരൂര് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാൾ എന്തുകൊണ്ടും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ദേശീയ അമരത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ അത് ആ പാർട്ടിക്ക് വലിയ മൈലേജ് ഉണ്ടാക്കുമായിരുന്നു. തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ആ പ്രസ്ഥാനത്തെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അങ്ങനെ എത്തിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഒരു മനംമാറ്റം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പായിട്ട് ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. അദ്ദേഹം മഹിളാ കോൺഗ്രസിലാണ് അദ്ദേഹം സംബന്ധിച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ. അവിടെ വന്ന് നേതാക്കന്മാരെയൊക്കെ കാണുന്നു, വന്ദിക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒക്കെയുണ്ട്. അതൊക്കെ അദ്ദേഹം കൂടുതലായിട്ട് കോൺഗ്രസിനകത്തേക്ക് ഇടപഴകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സ്ഥിതി എന്താണ്? കോൺഗ്രസിൻ്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ കത്തിജ്വലിക്കുന്ന വിജയത്തിലേക്ക് കയറി. പിന്നെ കോൺഗ്രസിൻ്റെ സദാചാര പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു. അങ്ങനെ അത് മുതലാക്കിക്കൊണ്ട് LDF ഒരു കരകയറ്റം നടത്തുന്നു. LDF CPM ഹൈന്ദവരെ മുഴുവൻ ചേർത്ത് നിർത്തുന്നു, അയ്യപ്പ സംഗമം നടത്തുന്നു, അതുപോലെ തന്നെ അമൃതാനന്ദമയിയെ ചേർത്ത് നിർത്തുന്നു. എല്ലാം ഹൈന്ദവരെ മുഴുവൻ ഒന്നിച്ച് കയ്യിലെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മുഴുവൻ ആവിഷ്കരിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് കൊണ്ട് തന്നെയാണ് കേന്ദ്രം തന്നെയാണ് ശശി തരൂരിനെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ശശി തരൂരിനെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് വിടണമെന്നുണ്ടെങ്കിൽ തരൂരിൻ്റെ ചില ഗുണങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വം കണ്ടതാണല്ലോ. BJPയെയും നരേന്ദ്രമോദിയെയും പ്രകീർത്തിക്കുന്നത്. പിന്നെ എങ്ങനെ തരൂരിനെ വിട്ടു എന്നുള്ള ചോദ്യം വരും. തരൂരിനെ വിട്ടതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗ് തന്നെയാണ്. ഇടയ്ക്ക് നമുക്കറിയാം തരൂർ ഇവിടെ വന്ന് കേരളത്തിൽ ഒരു യാത്രയൊക്കെ നടത്തിയതാണ്. പാണക്കാട്ട് പോയി പെരുന്നയിലെ പോപ്പിനെ കണ്ടു, കണിച്ചുകുളങ്ങര ഭഗവാനെ കണ്ടു. ഇങ്ങനെയൊക്കെ എല്ലാവരെയും വേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞ
ഒരു ഓളം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയം, തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോട്ടമിട്ടിരിക്കുകയാണെന്ന്. പെരുന്നേരെ പോപ്പ് പറയുന്നു ഇത് വിശ്വപൗരനാണ്, ഡൽഹി നായരാണ്, നല്ല നായരാണ്, ചെവിയിൽ പൂടയുള്ള നായരാണെന്നൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ ഇനി എന്ത് വേണം? അങ്ങനെ തരൂർ കയറിപ്പോയപ്പോൾ കോൺഗ്രസ്സുകാരല്ലേ പാരവെച്ചു. മറ്റ് ഭൈമീകാമുകന്മാരെല്ലാം ഉടുപ്പും തുന്നി അങ്ങനെ നിൽക്കുകയാണ്. ഇത് വലിയ കലഹത്തിലേക്ക് പോകും, ഇത് കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല, 2026 അധികാരം കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് കൃത്യമായി ഇവിടുന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. കാരണം അവർക്ക് 2026 അധികാരം വേണം. ഇനി ഒരു 5 വർഷം കൂടെ ഒന്നും പുറത്തു നിൽക്കാൻ കഴിയത്തില്ല. അതൊട്ട് സഹിക്കുന്ന കാര്യവുമല്ല. പിന്നെ ലീഗ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് എന്നൊരു വിളി ഈ പപ്പുമോന്റെ അടുക്കലേക്കോ അല്ലെങ്കിൽ സോണിയയുടെ അടുക്കലേക്കോ ചെന്നു കഴിഞ്ഞാൽ അവിടെ എഴുന്നേറ്റ് നിന്നായിരിക്കും ഫോണിൽ സംസാരിക്കുക. അത്രത്തോളം വിനീത ദാസന്മാരാണ് ഈ നെഹ്റു കുടുംബത്തിലെ ഈ പപ്പുമോനും പ്രിയങ്കയും സോണിയാഗാന്ധിയും ഒക്കെ. അവർക്ക് ലീഗാണ് അവരെ കുടുംബത്തിലുള്ള 2 എണ്ണത്തിനെയും പാർലമെന്റിൽ എത്തിച്ചത്. അതുകൊണ്ട് ലീഗിന്റെ മുമ്പിൽ നട്ടൽ എങ്ങനെ വളയ്ക്കാമെന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം, കേന്ദ്ര നേതൃത്വത്തിന്. ലീഗ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി ധരിപ്പിച്ചു. തരൂരിനെ ഇറക്കെന്ന് പറഞ്ഞു. തരൂരിനെ ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ 10 സീറ്റ് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാണ് തരൂർ ഇപ്പോൾ വന്നിരിക്കുന്നത്. സുകുമാരൻ നായരെ LDFിലേക്ക്, CPMലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സുകുമാരൻ നായരെ ഇങ്ങോട്ടേക്ക് പിടിച്ചടിപ്പിക്കണം. സുകുമാരൻ നായർ പറയുന്ന പോലെ അല്ല കേരളത്തിലെ നായന്മാരെല്ലാം വോട്ട് ചെയ്യുന്നത്, അത് നമ്മൾ ഓർത്തിരിക്കണം. എന്നാലും സുകുമാരൻ നായരെയും കൂടി കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഹൈന്ദവ വോട്ടുകളൊക്കെ തന്നെ BJPയിലേക്കും പോയിട്ടുണ്ട്, അതും മനസ്സിലാക്കണം. അപ്പൊ ശശി തരൂരിനെ പോലുള്ള ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം പാർട്ടിക്കുണ്ടാകും, 26 അധികാരം പിടിക്കും എന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. കോൺഗ്രസ്സുകാർ പാരവയ്ക്കുമേ. 2009 ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ തരൂരിന് ഓടിക്കാൻ നോക്കി. ഇത് എവിടുന്ന് കെട്ടിയിറക്കിയത്? ആരാണ് കെട്ടിയിറക്കിയത്? തരൂർ അത് പെയ്ഡായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. വൻ എമൗണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തു എന്ന് പറയുന്നു. 2009 മത്സരിച്ചു, 14, 19, 24. ഈ ഓരോ തവണ കഴിഞ്ഞു വരുന്തോറും ഭൂരിപക്ഷം കുറഞ്ഞു വന്നു. കാരണം BJP അതിശക്തമായി തിരുവനന്തപുരത്ത് വളർന്നു. പക്ഷെ എന്നാലും വിജയിച്ചു പോകുന്നു. അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരുടെ പാര കൂടിയും വരുന്നു. ശശി തരൂരിൻ്റെതായ ഒരു മിഷനറി പ്രത്യേകമായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ വാഹന പ്രചാരണ ജാഥയില് ആരവോ ഒന്നുമില്ല തന്നെ അദ്ദേഹത്തിൻ്റെതായ മിഷനറി പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചു. അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. എന്താണ് ഈ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് വായിച്ചെടുക്കുക. ആ മിഷനറിക്ക് അറിയാം എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളത്. കയ്യിലെടുക്കേണ്ടവരെയൊക്കെ കയ്യിലെടുത്തു, വേണ്ട രീതിയിൽ, കാണേണ്ട രീതിയിൽ. അത്തരത്തിൽ എന്തായാലും 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതാണ് തരൂര്. തരൂരിന് ഈ തന്ത്രങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ മാർപ്പാപ്പയെ കുമ്പസരിപ്പിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ തരൂരിന് ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ കക്ഷത്തിൽ ഡയറി ഇടുക്കി നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ ചിത്രമല്ല തരൂര്. തരൂര് മറ്റൊരു ചിത്രമാണ്. സ്ത്രീജനങ്ങളുടെ മുഴുവൻ വോട്ട് നേടിയെടുക്കാൻ തരൂരിന് കഴിയും. യൂത്തിന്റെ മുഴുവൻ വോട്ട് നേടിയെടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ളവരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വേണ്ടത് എന്ന് ഇവരൊക്കെ തന്നെ കണക്ക് കൂട്ടും.
അപ്പോൾ തരൂരിനെ പോലുള്ള ഒരാളെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗ് അങ്ങോട്ടേക്ക് ധരിപ്പിച്ചിരിക്കുന്നതും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് പോകുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് അറിയാം, ലീഗ് ഇവിടെ നിൽക്കില്ല, ലീഗ് പോകും, ലീഗ് മുന്നണി വിടും. ലീഗ് ഒരിക്കലും ഈ 10 വർഷം പോലും അധികാരമില്ലാതെ അങ്ങനെ നിന്നിട്ടില്ല. ലീഗ് മുന്നണി വിട്ടുകഴിഞ്ഞാൽ തീർന്നു, UDF തീർന്നു. പിന്നെ കോൺഗ്രസിന് എങ്ങനെ നിൽക്കാൻ കഴിയും? മലബാർ മേഖലയിൽ കോൺഗ്രസ് വിജയിക്കുന്നുണ്ടെങ്കിൽ ലീഗിന്റെ പിന്തുണയോടുകൂടി മാത്രമാണ്. പിന്നെ ഈ മറ്റ് ഘടകകക്ഷികൾ നിൽക്കുമോ? നിൽക്കില്ല. അവരൊരിക്കലും നിൽക്കത്തില്ല. ഘടകകക്ഷികൾ അവരൊക്കെ തന്നെ ചേക്കേറും മറ്റുള്ളിടങ്ങളിലേക്ക്. ലീഗിന് പോകാനുള്ള വേറെ ഇടമുണ്ട്. ലീഗിന്റെ പോകാനുള്ള ഇടമെന്ന് പറഞ്ഞാൽ LDF മാത്രമല്ല. അത് ഞാൻ മറ്റൊരു വീഡിയോ ഇതിൽ ആയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. വേറൊരു മുന്നണി പലതരത്തിൽ കേരളത്തിൽ രൂപം കൊള്ളുമെന്നുള്ളതാണ്. NDA മുന്നണി വിപുലമാകും എന്നുള്ളതാണ്. ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വവും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു തവണ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുന്നത്. ഇത് ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കേരളത്തിലുള്ളവർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് എങ്ങനെയോ അധികാരത്തിൽ വരണം. അതിനുവേണ്ടി തന്നെയാണ് തരൂരിനെ ഇറക്കിയത്. ഇവർക്കില്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യാം. പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തുക. വയനാട്ടിൽ വന്ന് നിന്ന് മത്സരിച്ചാണല്ലോ പോയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമാണ്. വടക്കേ ഇന്ത്യയിലൊന്നും ഇനിയും നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭരണപരിചയമോ രാഷ്ട്രീയത്തിൽ സമർത്ഥയോ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമാണ് എന്നൊക്കെയാണല്ലോ വയനാട്ടിൽ വന്ന് നിന്ന് മത്സരിച്ചപ്പോൾ വിശേഷിപ്പിച്ചത്. അപ്പോൾ അത്തരത്തില് ഒരു വിശേഷണമൊക്കെ കൊടുത്ത് ജനങ്ങൾ ഹർഷാരവത്തോടുകൂടി സ്വീകരിക്കും. ഒന്നുകിൽ തരൂര് അല്ലെങ്കിൽ പ്രിയങ്ക മുഖ്യമന്ത്രിയാക്കുക. പക്ഷെ തരൂരിനെയാണ് ലീഗിനെ പോലുള്ള ഒരു പാർട്ടി മുന്നിൽ കാണുന്നത്. കാരണം അത് നിർത്തിയാൽ മാത്രമേ ഭരണം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. തരൂരിലൂടെ സാധിക്കും എന്നും കരുതുന്നുണ്ട്. കാരണം തരൂർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ മൈലേജ് ഉണ്ട്. അത് നിലനിർത്തി പോയാൽ പാർട്ടിക്ക് അധികാരത്തിൽ വരാം എന്ന് കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ എന്തായാലും ശശി തരൂരിനെ പോലുള്ള ഒരാളെ പാർട്ടി മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് നല്ലത് തന്നെ ആയിരിക്കും.